കാതിലുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹായ്, അപ്പോൾ നമ്മളിന്ന് പെട്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പെട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ബ്രൂഡ് ചേമ്പറിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്, ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കറക്റ്റ് അളവ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൂഡ് ചേമ്പറിൻ്റെ ഒരു അളവ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കട്ട് ചെയ്യാൻ പോവാണ്. ഈ ബ്രൂഡ് ചേമ്പറിൻ്റെ നീളത്തിലുള്ള അളവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ ചേമ്പർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സൂപ്പർ ചേമ്പറിൻ്റെ ഒരു അളവ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നീളത്തിലുള്ള അളവാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. പറഞ്ഞിട്ട് ഇനി വീതി കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ നീളം പീസ്, ബ്രൂഡിൻ്റെ നീളമുള്ള പീസാണ്. കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് ഈ സാധനം. കറക്റ്റ് നീളം വീതിയൊക്കെ വേണ്ടിയിട്ട്. ഇത് നമ്മളെ വീതി പീസാണ്. ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ലോക്ക് ഇടണം, ഫിംഗർ ലോക്കിങ് ഇടണം. അപ്പോൾ ഫിംഗർ ലോക്ക് ഇട്ടാലേ പെട്ടിക്ക് ഒന്നും കൂടി നല്ല ഉറപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റൂട്ടറിലിട്ടിട്ടാണ് നമ്മൾ ഫിംഗർ ലോക്ക് അടിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ലോക്ക് അടിക്കുമ്പോൾ ഞാൻ 2 എണ്ണം ഒരുമിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ ലോക്ക് അടിക്കുമ്പോൾ നല്ല കട്ടിയുള്ള പലക ആയതുകൊണ്ട് നമ്മൾ മേത്തേക്ക് തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ പലകയോട് ഇങ്ങനെ ചേർത്ത് വെക്കും. അപ്പോൾ ഈ ഭാഗത്താണ് റൂട്ടർ ഒന്ന് അടിക്കുക. ഈ ഭാഗത്താണ് റൂട്ടർ ഒന്ന് അടിക്കുക. നമ്മൾ നേരിട്ട് ഈ ഭാഗത്താണ് അടിക്കുക. നമ്മളിങ്ങനെ ടൈറ്റാക്കി വെച്ച് ഇങ്ങോട്ട് തള്ളി വെക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫിംഗർ ലോക്കായി ഒരു സൈഡ് നമ്മളിനി തിരിച്ചു വെക്കുകയാണ്. സൂപ്പറിൻ്റെ ഫിംഗർ ലോക്ക് അടിക്കാൻ പോവാണ്. സൂപ്പറിൻ്റെ പലക ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നേ അടിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ സൂപ്പറിൻ്റെ ലോക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നീളത്തിലുള്ളതും കൂടി കട്ട് ചെയ്യണം. വീതിയിലുള്ളതും കൂടി കട്ട് ചെയ്യണം. വീതിയിലുള്ളത് ഫിംഗർ ലോക്ക് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ സൂപ്പറായി ഇത് മിനുസാക്കാൻ പോവാണ്. ഇവിടെ റഫ് സർഫസ് ആണ്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഒക്കെ ഒരു വൃത്തിയേട് ഉണ്ടാവും. അപ്പോൾ ഈ റഫ് സർഫസ് എന്ന് കരുതി മിനുസാക്കാൻ പോവാണ്. മിനുസാക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ എന്തായാലും ഞാൻ മിനുസാക്കാൻ പോകണം. അപ്പോൾ മിനുസാക്കാൻ്റെ എക്യുപ്മെൻ്റാണിത്. ചിന്തൂരം തള്ളാൻ പോവാണ്. അപ്പോൾ നല്ല മിനുസായിട്ടുണ്ട് നമ്മളെ ബ്രൂട്ട് ചേമ്പർ. ഇനി ഇതേപോലെ നമ്മൾ സൂപ്പറും ചെയ്യാൻ പോവാണ്. അപ്പോൾ സൂപ്പറും നമ്മൾ മിനുസാക്കാൻ പോവാണ്. മിനുസാക്കിയിട്ടുണ്ട് പെട്ടി. പുറം ഭാഗം മാത്രമേ മിനുസാക്കിയിട്ടുള്ളൂ, ഉള്ളിൽ മിനുസാക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ആണി അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബ്രൂട്ട് ചാമ്പറിനെ റീപ്പർ അടിക്കാൻ പോവാണ്. ഈ ഭാഗത്തുള്ള റീപ്പർ അടിക്കാൻ പോവാണ്. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പത്തും പഠിക്കാനത് നമ്മൾ ബ്രൂട്ട് ചേമ്പറിനെ റീപ്പർ അടിച്ചിട്ടുണ്ട്. ഇവിടെ റീപ്പർ വെച്ചേക്കണം. ഇത് നമ്മൾ സൂപ്പറിനെ റീപ്പർ അടിക്കാൻ പോവാണ്. സൂപ്പറിനെ റീപ്പർ അടിച്ചിട്ടുണ്ട്. ഈ ബ്രൂട്ട് ചേമ്പറിന് ഇനി എൻട്രൻസ് വേണം. ഈ ചെളുക്ക് കടക്കാൻ എൻട്രൻസ് വേണം. അതിന് നമ്മൾ എൻട്രൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂട്ടർ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ എൻട്രൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പീച്ചുകൾ കിടക്കാനുള്ള എൻട്രൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അടിപ്പലകയാണ്. അടിപ്പലകയും ടോപ്പും. അപ്പോൾ ആദ്യം നമുക്ക് ഇനി അടിപ്പലക സെറ്റ് ചെയ്യാം. അടിപ്പലക സെറ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം സൈസ് ഒരു അടിപ്പലക പീസ് കിട്ടിയിട്ടുണ്ട്. വലിയൊരു മരത്തിൻ്റെ പീസ് മുറിച്ചപ്പോൾ ഒരു ലാസ്റ്റ് കിട്ടിയൊരു അടിപ്പലകയാണിത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഈ ഭാഗം ചെത്താൻ പോവാണ്. ഇതിങ്ങനെ നൈസാക്കി സ്ലോപ്പാക്കി കൊടുക്കാൻ പോവാണ്. ഈ ഈച്ചക്ക് വന്നിങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്ലോപ്പാക്കി കൊടുക്കുന്നത്. ചെത്താൻ പോവാണ്, സ്ലോപ്പാക്കി കൊടുക്കാൻ പോവാണ്. അടിപ്പലകൻ്റെ അടിഭാഗത്ത് 2 പീസ് വെച്ച് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ അടിപ്പലകൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പാണ് വേണ്ടത്. ടോപ്പ് സെറ്റ് ചെയ്യുന്നതിലേക്ക് കടക്കാം. ഇതിന് വെന്റിലേഷൻ കൊടുക്കണം. അപ്പോൾ ഈ പെട്ടി അടിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, പല ആളുകളും കൊടുക്കലില്ല വെന്റിലേഷൻ. അപ്പോൾ ഇത് ഈ ഒരു പീസുമ്പോഴാണ്, 2 പീസുണ്ട്, 2 പീസുമ്പോൾ നമ്മൾ വെന്റിലേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് റൂട്ടർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണാക്കി രണ്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ടോപ്പിന് വേണ്ടിയിട്ടുള്ള പലകകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടിക്കാൻ പോവാണ്. ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിമുകൾ ഉണ്ടാക്കണം. ബ്രൂഡുക്കും അതേപോലെ സൂപ്പർക്കും ഫ്രെയിമുകൾ ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫ്രെയിം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ 5 ഇഞ്ച് നീളമുള്ള പലക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ റൂട്ടർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് 4 ഇഞ്ച്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് തള്ളി കൊടുക്കുകയാണ്. ഈ ഭാഗം നമ്മൾ തള്ളിയിട്ടുണ്ട്. ഈ ഭാഗം കൂടി നമുക്ക് തള്ളി കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അളവ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗം കൂടി, ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് തള്ളി കളയണം. ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് തള്ളി കളയണം. അപ്പോൾ അതിന് 1 ഇഞ്ച് കൂടി നീക്കി നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കളയണം. ഫ്രെയിമിൻ്റെ ആകൃതി ആയിട്ടുണ്ട്. അപ്പുറത്തോട്ടൊന്ന് ക്രൂ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ 3/4 ഇഞ്ച് ഇതിൻ്റെ റൂട്ടറിൻ്റെ ബിറ്റ് നമ്മൾ മാറ്റി 3/4 ഇഞ്ച് ബിറ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് തള്ളി കൊടുക്കാം. ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യാം. 4 ഇഞ്ച് നമ്മളിവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തള്ളി കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കാലുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ലെഗിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ബാറ് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് 9 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പലകയാണ് എടുത്തിരിക്കുന്നത്. 3/4 ഇഞ്ച് ഇട്ട് നമുക്ക് കട്ട് ചെയ്യാം. ടോപ്പിലുള്ള ബാറും ആദ്യം ടോപ്പിലുള്ള ബാറാണ് കട്ട് ചെയ്യുന്നത്, പിന്നെ അടിയത്തുള്ള ബാറ് കട്ട് ചെയ്യാം.
അപ്പോൾ മുകൾ ഭാഗത്തേക്കുള്ള കാലുകൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മുകളിലത്തെ ബാർ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് വേണ്ടത് അടിയത്തെ ബാറാണ്. ഇതിൻ്റെ അടിയത്തെ ബാറിന് നമുക്ക് 8 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ഒരു പീസാണ്, പലക പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3/4 ഇഞ്ച് ഇട്ട് കട്ട് ചെയ്യാണ്. അതേ അളവ് തന്നെ. അപ്പോൾ നമ്മൾ മുകളിലത്തെ ബാറും അടിയത്തെ ബാറും സൈഡിലത്തെ ലെഗുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ആണി അടിക്കാം. ഓക്കെ, പെട്ടിയുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ അടിപ്പല ആയിട്ടുണ്ട്. ബ്രൂഡ്, പിന്നെ അതേപോലെ സൂപ്പർ, സൂപ്പറിലുള്ള ഫ്രെയിമുകൾ, ഹൈക്കുള്ള ഫ്രെയിമുകൾ, ടോപ്പ്. ഈ ബോക്സ് നല്ല സ്ട്രോങ് ആണ്, കണ്ടാലറിയാം. നല്ല കാതലുകൊണ്ട് പണിത ഒരു ബോക്സാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മരുതാണ്, മരുതിൻ്റെ പെട്ടിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മരങ്ങൾ ലഭ്യത അനുസരിച്ച് മഹാഗണി, മരുത്, അതേപോലെ പുന്ന, ഈ മരങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പെട്ടി ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും നല്ലത് തേക്കാണ്, പക്ഷേ തേക്കിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ മറ്റുള്ള മരങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ മരുത് നല്ല സ്ട്രോങ് തടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടിക്ക് യാതൊരു വിധ ദോഷവും മറ്റു കാര്യങ്ങളൊന്നുമില്ല. നല്ല കാതലുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിലത്ത് ഇങ്ങനെ ഉറച്ചിരിക്കുന്നുണ്ട്, ആടിയിട്ടൊന്നല്ല, മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പെട്ടി വളരെ വില കുറവിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.